അങ്ങനെ വളരെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആപ്പിൾ iOS 18.4 ബീറ്റ 1 അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കുവാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആപ്പിൾ 16e ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. അപ്പോൾ ഈ ഇറങ്ങിയ 16eയേക്കാൾ വളരെ സർപ്രൈസിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ 18.4 അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഇത് വന്നിരിക്കുന്ന സൈസാണ്. ഇതൊരു ബീറ്റ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം 8 GB അടുത്താണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ ലഭിച്ചിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസുകൾ ഈ ലിസ്റ്റിൽ കാണുന്ന ഡിവൈസുകളാണ്. അതിലെല്ലാം തന്നെ നമുക്ക് പുതിയ ലാംഗ്വേജ് സപ്പോർട്ട് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റോടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, അതോടൊപ്പം 2 ലോക്കലൈസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഒന്ന് സിംഗപ്പൂരിൻ്റെയും മറ്റൊന്ന് ഇന്ത്യയുടെയും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജസിൽ ഇൻ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് അവൈലബിൾ ആകുന്നതായിരിക്കും. 2 ഡിഫോൾട്ട് ആപ്പ് സെറ്റിംഗ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആപ്സിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഓപ്ഷൻ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ. സോ ആപ്പിളിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആപ്പ് നിങ്ങൾക്ക് മാറ്റി മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ട്രാൻസ്ലേഷൻ ആപ്പും നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിൽ EUയിലുള്ള രാജ്യങ്ങളിൽ ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഓപ്ഷൻസിനോടൊപ്പം തന്നെ നാവിഗേഷൻ ഓപ്ഷനും ലഭിച്ചിട്ടുണ്ട്. സോ ഡിഫോൾട്ടായിട്ട് ആപ്പിളിൻ്റെ മാപ്സ് ആപ്പിലേക്ക് ഓപ്പൺ ചെയ്ത് പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പം ഗൂഗിൾ മാപ്പ് പോലെ അല്ലെങ്കിൽ മാപ്പ് മൈ ഇന്ത്യ പോലെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് നമ്മുടെ ഡൈനാമിക് ഐലൻഡിൻ്റെ അകത്തായിരുന്നു നേരത്തെ ഈ ഒരു അപ്ഡേറ്റിന് മുന്നേ വരെ ഇതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, നമുക്കറിയാം ഓറഞ്ച് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, കോൾ വിളിക്കുന്നതുകൊണ്ട് മൈക്രോഫോൺ വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓറഞ്ച് ഇൻഡിക്കേറ്റർ വർക്ക് ആകുന്നത്. എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് മുതൽ ഡൈനാമിക് ഐലൻഡിൻ്റെ അകത്തല്ല, അത് വെളിയിൽ സെപ്പറേറ്റ് ഒരു സെക്ഷനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡോട്ട് കാണാൻ സാധിക്കും, ഓറഞ്ച് ഡോട്ട്. കാരണം വളരെ ഈസി ആയിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വളരെ പഞ്ചി ആയിട്ടാണ് ആ ഒരു കളർ പോപ്പപ്പ് ആയിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ചുറ്റിനും ഒരു റിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിപ്പം ആപ്പിൾ കൊടുത്തേക്കുവാണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ വന്നൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് വിജിറ്റുകൾ, ഈ ഒരു നെറ്റ്വർക്ക് വിജിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മളുടെ ആക്ച്വൽ ആയിട്ടുള്ള എന്താണോ നമുക്കിവിടെ വൈഫൈയുടെ റേഞ്ച് കുറഞ്ഞാലോ അല്ലെങ്കിൽ ജിയോ നെറ്റ്വർക്കിൻ്റെ റേഞ്ച് കുറഞ്ഞാലോ അതൊന്നും നമുക്ക് ഇവിടെ ബാധിക്കത്തില്ല. പക്ഷേ iOS 18 മുതൽ ആപ്പിൾ കൊണ്ടിരിക്കുന്ന മാറ്റം നിങ്ങൾക്കിവിടെ കാണാം. എൻ്റെ സെല്ലുലാർ ഡേറ്റയുടെ ഓപ്ഷൻ നോക്കിയാൽ ഈ ഒരു ജിയോ സിമ്മിൻ്റെ റേഞ്ച് കുറവാണ്, ആ ഒരു കട്ട കുറവാണ്. അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പം അവിടെ റേഞ്ച് കയറുന്നതനുസരിച്ചാണ് ആ ഒരു സെല്ലുലാർ ഡേറ്റയുടെ ആനിമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗിഫ് ഐക്കണിലും ആ ഒരു റേഞ്ചിൻ്റെ വേരിയേഷൻസ് വരുന്നു. ഇതേ സെയിം മാറ്റം വൈഫൈയിലും വന്നിട്ടുണ്ട്. അതായത് വൈഫൈ നമ്മുടെ റേഞ്ച് ഡിസ്കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാറുന്നതനുസരിച്ച് അതിൻ്റെ ആനിമേഷൻ നമുക്ക് ഈ ഒരു വിജിറ്റിൽ ലഭിക്കുന്നതാണ്. പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ച ഒരു ബോണസ് ഫീച്ചറാണ് iOS 18 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ആംബിയൻ മ്യൂസിക് എന്ന് പറയുന്നത്. ആംബിയൻ മ്യൂസിക്, അതായത് ആപ്പിൾ മ്യൂസിക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷണാലിറ്റി പോലെയാണ് ഈ ഒരു ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം സ്ലീപ്പ്, ചിൽ, പ്രൊഡക്ടിവിറ്റി ആൻഡ് വെൽ ബീയിങ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കിത് ആഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു കൺട്രോൾസിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു മൂഡ് സെലക്ട് ചെയ്യാം. ആംബിയൻ മ്യൂസിക്കിൻ്റെ ഞാനിപ്പം ഈ ഒരു ചിൽ ഓപ്ഷനിലോട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കിവിടെ ലൈവായിട്ടുള്ള ആ ഒരു മ്യൂസിക് പ്ലെയർ കാണാൻ സാധിക്കും. അതിലേക്ക് ആ ഒരു പാട്ട് ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡൈനാമിക് ഐലൻഡ് അതിൻ്റെ റിവ്യൂ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഡയറക്റ്റ്ലി ഓപ്പൺ ആകുന്നത് ആപ്പിൾ മ്യൂസിക് പോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ്. പക്ഷേ ഇത് ആപ്പിൾ മ്യൂസിക് അല്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആംബിയൻ മ്യൂസിക് എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സോ ഇതിൽ നമുക്ക് ആപ്പിൾ മ്യൂസിക്കിലെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. പക്ഷേ അതിലേപോലെ നമുക്ക് ലിറിക്സ് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ലൈബ്രറിയിലേക്കോ മറ്റ് ഓപ്ഷൻസിലേക്കോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഈ ബട്ടൺസിൽ കൊടുത്തില്ല. ആകെയുള്ള വോളിയം സ്ലൈഡറും അതോടൊപ്പം തന്നെ നമുക്ക് ഡിവൈസ് കൺട്രോൾ ചെയ്യാനുള്ള എയർപ്ലേ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് നിങ്ങളുടെ മോഡിനനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആപ്പിൾ ഡിഫോൾട്ടായിട്ട് ഇപ്പം iOS 18.4 അപ്ഡേറ്റിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, നമുക്ക് ആക്ഷൻ ബട്ടൺ ഓപ്ഷനിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ഒരു ആംബിയൻ മ്യൂസിക് ഓപ്ഷൻ ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി കൺട്രോൾസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻ മ്യൂസിക് ഓപ്ഷൻ ഇവിടെ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഇഷ്ടമുള്ള ആംബിയൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. താഴെ കോൺഫിഗർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേലിസ്റ്റ് പോലും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം പിയാനോ ചില്ലാണ്, ആംബിയൻ ചില്ലുണ്ട്, ജാസ് ഉണ്ട്,
അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇതിനകത്ത് പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് ഓപ്ഷനും ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രയോറിറ്റൈസ്ഡ് നോട്ടിഫിക്കേഷൻ ആണ് അത്. നമ്മളെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ നോട്ടിഫിക്കേഷനിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ താഴെയായിട്ട് വന്നിരിക്കുന്ന പുതിയൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു പ്രയോറിറ്റൈസ്ഡ് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആപ്പിൾ ഇൻ്റലിജൻസ് ക്യാൻ ഷോ യു നോട്ടിഫിക്കേഷൻ ദാറ്റ് മേ ബി ഇമ്പോർട്ടൻറ്റ് ഇൻ എ സെപ്പറേറ്റ് സെക്ഷൻ ഓൺ ലോക്ക് സ്ക്രീൻ സോ യു ക്യാൻ ക്യാച്ച് അപ്പ് വിത്ത് വാട്ട് യു ഹാവ് മിസ്ഡ്. അതായത് നോർമലി നമുക്ക് ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ പുറമെ വളരെ അർജൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ മുകളിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സെഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നത് ഓൺ ഡിവൈസ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് വർക്ക് ചെയ്യുന്നത് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടാണ്. സോ ആപ്പിൾ ഇൻ്റലിജൻസ് നമ്മളുടെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഓൺ ഡിവൈസ് ഇത് പ്രോസസ്സ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്ര പേഴ്സണൽ ആയാലും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അത് നമ്മളുടെ ഡിവൈസ് വിട്ട് വെളിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആപ്പിൾ ഇത് ട്രാക്ക് ചെയ്യുകയോ മനസ്സിലാക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ. പിന്നീട് ആപ്പിൾ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പറഞ്ഞ അല്ലെങ്കിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് അത് ആപ്പിൾ 18.4 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈലുകൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 2 സ്റ്റൈൽ ഓപ്ഷൻസ് ആയിരുന്നു, ആനിമേഷൻ, ഇല്ലുസ്ട്രേഷൻ. അതോടൊപ്പം തന്നെ ഇപ്പം സ്കെച്ച് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്കെച്ച് ഓപ്ഷൻ ഇവിടെ മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസിലും വർക്കാവും. ഇവിടെ നിന്ന് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്യുവാണ്. ആ സെലക്ട് ചെയ്ത ഇമേജ് എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പം നമുക്ക് ഇനിയിപ്പം ആ ഒരു സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ സ്കെച്ചിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് സ്കെച്ച് ഓപ്ഷനിലേക്ക് ഇത് മൊത്തത്തിൽ നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്തേക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയതായിട്ടുള്ള ഇമേജുകളും ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ആക്സസിബിലിറ്റി, അതിലേറ്റവും താഴെ സിറി ഓപ്ഷനിൽ നമുക്ക് ടൈപ്പ് 2 സിറി എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ്ലി 18.3.1 ആണ് ഇത്. അതിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസേ ഉള്ളൂ. ടൈപ്പ് 2 സിറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. സോ ആപ്പിൾ അത് പുതുതായിട്ട് ഈ ഒരു ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾപേപ്പറിൽ അതിനകത്ത് കളക്ഷൻസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏത് ഡിവൈസാണോ ആ ഡിവൈസിൻ്റെ ആക്ച്വൽ വാൾപേപ്പർ ആപ്പിൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം 15 Proയിൽ പ്രീവിയസ് അപ്ഡേറ്റിലൊന്നും എനിക്ക് ഈ ഒരു കളക്ഷൻസിനകത്ത് iOS 18 ശേഷം ഈ ഒരു വാൾപേപ്പേഴ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ അത് തിരികെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിറിയുടെ ആനിമേഷൻ, ടൈപ്പ് 2 സിറിയുടെ ആനിമേഷനിലും ആപ്പിൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന റിപ്ലൈസിന് ലഭിക്കുന്ന ആ ഒരു ആനിമേഷൻ ആപ്പിൾ ചെറുതായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഫോട്ടോസ് ആപ്പിൽ ഫിൽട്ടർ ഓപ്ഷനിൽ ആപ്പിൾ പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫിൽട്ടർ ഓപ്ഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്, വ്യൂവിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഓൾ ഐറ്റംസ് എന്നുള്ളത് സെപ്പറേറ്റ് ഒരു ഓപ്ഷനായിട്ട് മാറ്റി. അതോടൊപ്പം തന്നെ നോട്ട് ഇൻ ആൻ ആൽബം എന്ന് പറയുന്ന ഒരു ഫിൽറ്ററും ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ്ലി നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾ ഐറ്റംസ് ഒരുമിച്ചാണ് ആ ഫിൽറ്ററിനകത്ത് കിടക്കുന്നത്. അതോടൊപ്പം നോട്ട് ഇൻ ആൻ ആൽബം എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് ഓപ്ഷനും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം ആൽബംസിൽ ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യൂ ഓപ്ഷനിൽ ഒന്ന് കീ ഫോട്ടോ എന്ന് പറയുന്ന പുതിയൊരു വ്യൂ ഓപ്ഷനിൽ ലഭിച്ചു. അതോടൊപ്പം തന്നെ സോർട്ട് ഓപ്ഷനിലും ചെറിയ മാറ്റമുണ്ട്. പ്രീവിയസ്ലി നമുക്ക് സോർട്ട് ബൈ ഡേറ്റ് മോഡിഫൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ല. അതോടൊപ്പം തന്നെ ഗ്രിഡ് ആൻഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ 2 വ്യൂ മാത്രമേ ഉള്ളായിരുന്നു. സോ അത് മാറി കീ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഈ ഒരു വ്യൂ ഓപ്ഷനും നമുക്ക് iOS 18.4 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ വേറൊരു ക്രേസി കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ 2 സ്ലൈഡേഴ്സാണ്. അതിൽ ഈ വോളിയം സ്ലൈഡർ ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറിലാണ് കാണുന്നത് അതിൻ്റെ ഗിഫ് ഐക്കൺ. എന്നാലും ഞാൻ സ്ലൈഡ് അപ്പ് ചെയ്ത് മുകളിലേക്ക് സൗണ്ട് കൂട്ടുമ്പം ബ്ലൂ കളറിലേക്ക് പോകും, താഴത്തേക്ക് വരുമ്പം അതൊരു വൈറ്റ് കളറാകുന്നു. അതോടൊപ്പം തന്നെ ഇതേ മാറ്റം നമ്മുടെ ഈ ഒരു ബ്രൈറ്റ്നസ് ഓപ്ഷനിലും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബ്രൈറ്റ്നസ് ഞാൻ കുറയ്ക്കുമ്പം ഇതിപ്പം മഞ്ഞ കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുറയ്ക്കുമ്പം അത് വെള്ള കളറിലേക്ക് പോകും. നിങ്ങൾക്കത് കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു മഞ്ഞ ടോണിലേക്ക് ആ ഒരു കളർ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ആപ്പിളിൻ്റെ അഡ്വാൻസ് ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ UK യൂസേഴ്സിന് ഇപ്പം റിമൂവ് ചെയ്തേക്കുവാണ്. അതിൻ്റെ കാരണം റീസെൻ്റ്ലി UK ഗവൺമെൻറ് കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇതുപോലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സിന് ഒരു ബാക്ക് ഡോർ അല്ലെങ്കിൽ അതിനൊരു ആക്സസ് ഇതുപോലുള്ള കമ്പനികൾ ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു നിയമം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആപ്പിൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി കംപ്ലീറ്റ്ലി UK റിമൂവ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റീജിയനിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ 18.4 അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പം ബീറ്റ 1 ആയതുകൊണ്ടും ഇനി നമുക്ക് ബീറ്റ സവീർ വരാനുണ്ട്. സോ ഈ ഒരു അപ്ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 18.4 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആ ഒരു ടൈമോടെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ബീറ്റാസ് പ്രതീക്ഷിക്കാം. അതോടൊപ്പം 18.3.1 അതിനോടൊപ്പം 18.3.2 എന്നുള്ളൊരു അപ്ഡേറ്റും മേ ബി നമുക്ക് പ്രതീക്ഷിച്ചേക്കാം ഇതിനിടയിൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ. കാരണം ഒരു മാസത്തോളം നമുക്ക് ഇനിയും ടൈമുണ്ട്. അപ്പോൾ ഇതുപോലെ ആപ്പിളിൻ്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള A to C കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം, മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക.
So once again, this is me, Milan. Catch you guys in the next video. Until then, peace.